പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലിൻ്റെ മറ്റൊരു ചിത്രം കൂടി നാളെ റിലീഫ് ആവുകയാണ്. അതൊരു തെലുങ്ക് ചിത്രമാണ്, കണ്ണപ്പയാണ്. അത് മികച്ച ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഒരു ചിത്രമാണ്. ഏകദേശം 130-150 കോടി റേഞ്ചിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. മോഹൻലാലിനെ കൂടാതെ വിഷ്ണു മഞ്ജു ആണ് ഇതിനകത്തെ മുഖ്യ കഥാപാത്രമായി എത്തുന്നത്. ഒരു ശിവഭക്തൻ്റെ കഥ പറയുന്ന ചിത്രമാണ് കണ്ണപ്പ. അതിലെ പ്രഭാഫ്, അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ, ശരത് കുമാർ, മഹേഷ് ബാബു എന്നുവേണ്ട പ്രമുഖ താരങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഈ ചിത്രത്തിലുണ്ട്. അതിലൂടെ ലാലേട്ടനും ഈ ചിത്രത്തിൽ ഒരു ഭാഗമൊക്കെ ആകുന്നു എന്നാണ് അറിയുന്നത്. ഏകദേശം 18-20 മിനിറ്റ് മാത്രമേ ലാലേട്ടൻ്റെ റോഡ് ഉള്ളൂ എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാലും മികച്ച ഒരു എൻട്രിയും ലാലേട്ടനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല, വ്യക്തമാകാത്ത കാര്യമാണ്. അപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം നാളെ റിലീഫാകുന്നു. വേറൊരു പ്രത്യേകത എന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു മാർച്ച് കഴിഞ്ഞതിന് ശേഷം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ 6-ാം തീയതി നമ്മുടെ ചോട്ടാ ബോംബെ റിലീഫായിരുന്നു. അതൊരു ഓളം സൃഷ്ടിച്ചു. വീണ്ടും അടുത്ത ചിത്രം 27-ന് കണ്ണപ്പ വരുന്നു. കണ്ണപ്പയുടെ റിലീഫിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മികച്ച ഒരു റിലീഫിംഗ് ടൈമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മലയാളത്തിലാണ്. ബാക്കി അന്യഭാഷയിലൊക്കെ മികച്ച ചിത്രങ്ങൾ ഒത്തിരി ഉണ്ട്. ആമിർ ഖാൻ്റെ ചിത്രമുണ്ട്. അതുപോലെ കുബേര മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറുന്നു. അതിനിടയിലാണ് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് കണ്ണപ്പ എത്തുന്നത്. അപ്പോൾ കണ്ണപ്പയുടെ വിശേഷങ്ങൾ നാളെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ ബുക്കിംഗ് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്നലെ ഈ ബുക്കിംഗ് തുടങ്ങിയപ്പം മുതൽ ഈ ചിത്രം 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധിച്ച് കാണേണ്ട കാര്യമാണ്. ഇപ്പോഴീ ചിത്രം 3100 ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മികച്ചൊരു എൻട്രി തന്നെയാണ് ചിത്രം നേടുന്നത്. അപ്പോൾ നാളെ കൊണ്ട് ഇന്ന് വൈകുന്നേരം കൊണ്ട് ഏകദേശം 10,000-ന് മുകളിൽ ടിക്കറ്റ് മണിക്കൂർ വിറ്റ് പോകുന്ന ചിത്രമായി മാറും. അങ്ങനെ റിലീഫിന് മുമ്പ് തന്നെ ഇതൊരു കോടികളുടെ കഥ പറയുന്ന ചിത്രമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്യുന്നത് കോടികളുടെ ക്ലബിലേക്ക് തന്നെ ആകാം. 100, 200, 300 നമ്മൾ ഒരുപക്ഷെ വിചാരിക്കാത്ത ലെവലിലേക്ക് ചിത്രം ഉയർന്നു പോകാനും സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ ചിത്രത്തെപ്പറ്റി ഇതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അത്രമേൽ അങ്ങോട്ട് മികച്ച അഭിപ്രായമൊന്നുമല്ല ടീസറും ട്രെയിലറും ഒക്കെ തന്നതെങ്കിലും ഈ ചിത്രം ഇറങ്ങിക്കഴിയുമ്പം പക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുകയാണെങ്കിൽ, ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ലെവൽ അങ്ങ് വേറെ ലെവലായിരിക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം ഈ ബോക്സ് ഓഫീസ് കിങ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ലാലേട്ടനുണ്ട്, അക്ഷയ് കുമാറുണ്ട്, പ്രഭാഫുണ്ട്. ഇവരെല്ലാവരും തന്നെ ഒരു ചിത്രത്തിൽ വന്നു കഴിയുമ്പോൾ ഇവരുടെ ആരാധകരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ ചിത്രം നമ്മൾ വിചാരിക്കാത്ത ലെവലായിരിക്കും. ചിലപ്പോൾ 1000 കോടിയൊക്കെ നിഷ്പ്രയാസം തകർക്കാൻ പറ്റുന്ന ലെവൽ തന്നെയായിരിക്കും ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. അത് നാളെ നമുക്ക് മനസ്സിലാവും. കണ്ണപ്പയുമായിട്ട് ബന്ധപ്പെട്ട് വിഷ്ണു മഞ്ജു എന്ന വാക്കുകൾ ഇപ്പം വൈറലാവുന്നുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ പറ്റിയാണ്. നിങ്ങളുടെ ലാലേട്ടൻ എൻ്റെ ലാലങ്കിളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂ തുടങ്ങുന്നത് തന്നെ. ദൈവം ഭൂമിയിലേക്ക് അയച്ചവരിൽ ഒരാളാണ് അദ്ദേഹം എന്നാണ് വിഷ്ണു മഞ്ജു മോഹൻലാലിനെ പറ്റി പറയുന്നത്. അത്രയ്ക്ക് മോഹൻലാലിനെ പറ്റി അത്രയ്ക്ക് മതിപ്പും ബഹുമാനവും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒക്കെ തന്നെ. അത് നമ്മൾ ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട ലോഞ്ചിനിങ് നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള മോഹൻലാൽ 10 പൈസ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ഈ ചിത്രത്തിന് അഭിനയിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നു. അപ്പം പാൻ ഇന്ത്യൻ ഭാഷകളിൽ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം അതുപോലെ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ എല്ലാ ഭാഷയിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും
ഇതൊരു ഓള ഫിഷിങ്ങിനുള്ള പുറപ്പാട് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തിയേറ്ററിൻ്റെ എണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ചിത്രം ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ലെവലിൽ ഈ ചിത്രം പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം നാളത്തെ ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. 27 മറ്റൊരു ചിത്രമായിരുന്നു മോഹൻലാലിൻ്റെ ചോട്ടാ മുംബൈ. 17 കൊല്ലം മുമ്പ് ഓളം സൃഷ്ടിച്ച ചിത്രം റിലീസിങ്ങിലും ഓളം സൃഷ്ടിക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അത് ഏകദേശം 4.5 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇത് റിലീസിങ്ങിലൂടെ തന്നെ നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മിക്കവാറും പല രാജ്യങ്ങളിലും ഇത് റിലീസ് ചെയ്തിട്ടില്ല. UAE റിലീസ് ചെയ്തപ്പോഴും, അതുപോലെ തന്നെ ഹൈദരാബാദിലായാലും ബോംബെയിലായാലും ഡൽഹിയിലായാലും റിലീസ് ചെയ്തപ്പം അവിടുത്തെ ഓളമൊക്കെ പല വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് 27-ാം തീയതി UK, അയർലൻഡ്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിൽ ഇത് റിലീസ് ചെയ്യുന്നു എന്നുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാ രാജ്യക്കാരും ആവശ്യപ്പെടുന്നതാണ് ഇതിൻ്റെ റിലീസ് അവിടെ ആ രാജ്യത്ത് വേണം എന്ന്. അതിനുവേണ്ടി UK-യിലും ഓസ്ട്രേലിയയിലും അയർലൻഡിലും ഓസ്ട്രിയയിലും ന്യൂസിലാൻഡിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ കാനഡയിലും എല്ലാം ഈ ചിത്രം റിലീസ് ചെയ്യും എന്ന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രകാരം UK-യിലും അയർലൻഡിലും ഓസ്ട്രിയയിലും ഈ മാസം 27-ാം തീയതി ഈ ചിത്രം റിലീസ് ചെയ്യും. അങ്ങനെ മറ്റൊരു കുതിപ്പിലേക്ക് ഒരുങ്ങാൻ തന്നെയാണ് നമ്മുടെ ചോട്ടാ മുംബൈ ശ്രമിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലായിടത്തു നിന്നും മികച്ച പ്രതികരണം ഈ ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ചോട്ടാ മുംബൈ തലയും പിള്ളാരും അങ്ങനെ ഓസ്ട്രേലിയയിലും UK-യിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പോയി തിരിച്ചു വരട്ടെ അല്ലേ. അപ്പം ലാലേട്ടനെ സംബന്ധിച്ച് 2025 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച വർഷം തന്നെയാണ്. അതിനിടയിലാണ് ഈ കണ്ണപ്പ എന്ന ചിത്രവും വരുന്നത്. അതും ഒരു മികച്ച പ്രതികരണം നേടി മുന്നേറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പോൾ നാളെ 27-ാം തീയതി ആദ്യ ഷോയ്ക്ക് ചിത്രം കാണാൻ താല്പര്യമുള്ളവർ, കേരളത്തിലും ഒരു മികച്ച റിലീസിങ് സെൻറ്റർ തന്നെ ഈ ചിത്രത്തിനുണ്ട്. അപ്പം നാളെ രാവിലെ തന്നെ ഈ ചിത്രം പോയി കണ്ടതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ. ഇതൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ എൻ്റെ മോനെ യാതൊരു രക്ഷയില്ല, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. മറ്റൊരു ലാലേട്ടൻ ചിത്രം കൂടി 200, 300, 400 കോടി ക്ലബിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.